ഹായ് ഹീറോസ്, ഞാനിന്നിവിടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നായികയുടെ പേരാണ് ഗ്ലോറിയ. അവൾ അത്ര നല്ല സുന്ദരിയൊന്നുമല്ല. അവൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരു സാധാ പെൺകുട്ടിയാണ്. അവൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ആൻറ്റിയുടെ മോള് ഡെലിവറിക്കായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ആ ഏരിയയിൽ കുറച്ച് മെച്ചപ്പെട്ട ഒരു ഹോസ്പിറ്റലായിരുന്നു ഡെലിവറിക്ക് അഡ്മിഷനായത്. നമ്മുടെ നായികയ്ക്ക് ആ സമയത്ത് ഏകദേശം ഒരു 10th പഠിക്കുന്ന ഏജാണ്. ആ ടൈമിൽ ഡെലിവറിക്ക് കഴിഞ്ഞ് കിടക്കുമ്പോൾ ആ കുട്ടിയെ കാണാനായിട്ട് നമ്മുടെ നായിക ചെല്ലുകയാണ്. അവളുടെ മനസ്സിൽ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹത്തോടെയാണ് അവൾ നോക്കുന്നത്. ആ ടൈമിലാണ് അവൾ ക്യാൻറ്റീനിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അവിടെ വെച്ച് ഒരു ഹ്യൂജ് നഴ്സുമാരെ അവൾ കാണാനിടയാകുന്നു. ആ ടൈമിൽ അവരുടെ ആ യൂണിഫോമിലുള്ള എൻ്റർടൈൻമെൻറ്റൊക്കെ അവൾ വളരെയധികം ആസ്വദിക്കുന്നു. അങ്ങനെ അവളുടെ മനസ്സിൽ അവൾ അറിയാതെ തന്നെ ഒരു സ്വപ്നം പൂവിടരുന്നു. ഷി വാണ്ട് ടു ബിക്കം എ നേഴ്സ്. അങ്ങനെ അവളത് അവളുടെ അമ്മയോട് പറയുന്നു. അവൾക്ക് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവളുടെ അമ്മ ഒത്തിരി ദൂരെ അവളിൽ നിന്ന് പിരിഞ്ഞ് മാറി നിൽക്കുകയാണ്. അവളുടെ ആൻറ്റിയാണ് അവളെ വളർത്തുന്നത്. അങ്ങനെ അവളുടെ ആഗ്രഹം അറിഞ്ഞ് അവളുടെ അമ്മ പറഞ്ഞു, മോളുടെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ നമുക്ക് സാധിക്കണം. മോൾ അതിന് വേണ്ടി നന്നായിട്ട് പഠിക്കണം, പരിശ്രമിക്കണം, എങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. അവളുടെ ആൻറ്റിയുടെ വീട്ടിൽ അവൾക്ക് പഠനത്തിനും കാര്യങ്ങൾക്കെല്ലാം നല്ല സപ്പോർട്ടായതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് പഠിക്കാനും വളരാനും എല്ലാം സാധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ +2 പാസ്സായി. അത് കഴിഞ്ഞ് ഒരു നഴ്സിംഗ് കോളേജിൽ അവൾക്കുടെ ആഗ്രഹം പോലെ അവൾക്ക് നഴ്സിംഗ് അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവൾ നഴ്സിംഗ് അഡ്മിഷന് വേണ്ടി കോളേജിലേക്ക് പോവുകയാണ്. അവൾ അതീവ സന്തോഷവതിയാണ്. അവളുടെ അമ്മയാണെങ്കിൽ അതിലപ്പുറം സന്തോഷത്തിലാണ്. അങ്ങനെ അവളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യപടിയായ ആ പാത കാത്ത് അവൾ നിൽക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും മനസ്സിലൊതുക്കി അവളും അവളുടെ അമ്മയും ആ ട്രെയിനിന് വേണ്ടി കാത്ത് നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് അവൾ വീട്ടിൽ നിന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി ഒരു സ്ഥലത്ത് പോകുന്നത്. സന്തോഷത്തിലും ഉപരി കുറച്ച് സങ്കടവും വിഷമവും എല്ലാം ഉണ്ട്. അവളുടെ അമ്മ ആകെ നെർവസാണ്. കാരണം അവളുടെ അമ്മ അത്രയും പാമ്പർ ചെയ്താണ് അവളെ വളർത്തിയിരുന്നത്. അവർ തമ്മിൽ ഒരുമിച്ചല്ലെങ്കിലും എന്ത് കാര്യം പറയാനും ഉള്ള ഫ്രീഡം അവളുടെ അമ്മ നൽകിയിരുന്നു. ഒരു ഫ്രണ്ടിനെ പോലെയാണ് അവളുടെ അമ്മ അവളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഒരു ഏജൻറ്റ് വഴിയാണ് ഇവർ കോളേജിലേക്കുള്ള അഡ്മിഷൻ തരപ്പെടുത്തിയത്. ആ ഏജൻറ്റ് 5 പേരെയാണ് അറ്റ് എ ടൈമിൽ ആ കോളേജിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അതിൽ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് അവരുടെ പാരൻസുമായിട്ടും അവളുടെ അമ്മ നല്ല കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തിരുന്നു. ആ സ്റ്റുഡൻറ്റ്, അവൻ്റെ പേരാണ് റോഷൻ. റോഷനുമായിട്ട് എപ്പോഴും അവളുടെ അമ്മ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. വേണ്ട കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞിരുന്നു. അവനും അതേസമയം വേറെ സ്ഥലത്ത് നിന്ന് ട്രെയിൻ വഴി വരുന്നുണ്ടായിരുന്നു കോളേജിലേക്ക്. അതുകൊണ്ട് അവൻ്റെ ആ ഒരു സാമീപ്യം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ സാമീപ്യം അമ്മയിൽ കുറച്ച് സാന്ത്വനവും സമാധാനവും നൽകിയിരുന്നു. അമ്മ എപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതുവരെയുള്ള കോർഡിനേഷൻസ് നടത്തിയിരുന്നത്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വന്നു. അവളുടെ കോളേജിലേക്ക് റീച്ച് ചെയ്തു. കോളേജിൽ അവളെ ഒത്തിരി സന്തോഷത്തോടെയാണ് അവൾ അവിടെ എത്തിയത്. അത്ര നല്ല കോളേജൊന്നും അല്ലെങ്കിലും ഏകദേശം ഒരു
300 സ്റ്റുഡൻസിനൊക്കെ അറ്റ് എ ടൈം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജായിരുന്നു. ഹോസ്റ്റൽ ഫെസിലിറ്റീസൊക്കെ സാധാ ഒരു ഫോർമാലിറ്റി ആയിരുന്നു. ഹോസ്റ്റലൊന്നും ഫുള്ളായിട്ട് കംപ്ലീറ്റായിട്ട് മെയിൻ്റെനൻസ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവൾ പതുക്കെ അവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ പലരുമായിട്ട് അവർ മീറ്റ് ചെയ്യുകയും പലരുമായിട്ട് പല ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സ്റ്റുഡൻസ് പലരെയും പരിചയപ്പെട്ടു, അവരുടെ പാരൻസിനെ പരിചയപ്പെട്ടു, കുറേ ഫ്രണ്ട്സിനെ കണ്ടു, കുറേ ടീച്ചേഴ്സിനെ കണ്ടു, ഒത്തിരി സംസാരിച്ചു. അവൾക്ക് അവളുടേതായ ഒരു റൂം കിട്ടി. ആ റൂമിൽ അവൾക്ക് വേറെ 4 റൂംമേറ്റ്സും കൂടെ ഉണ്ടായിരുന്നു. ഇവർ 5 പേര് അടങ്ങുന്നതായിരുന്നു. അങ്ങനെ ഈ 5 പേരടങ്ങുന്നതായിരുന്നു അവളുടെ റൂം. പയ്യെ 5 പേരും നല്ല തിക്ക് ഫ്രണ്ട്സായി. 5 പേർക്ക് ഒരേ വേവ് ലെങ്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്സായി മാറി. അങ്ങനെ പതുക്കെ അവൾ അവിടെയായിട്ട് നല്ലതായിട്ട് അഡ്ജസ്റ്റായി. അവളുടെ റൂംമേറ്റ്സും ക്ലാസ്മേറ്റ്സും ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. സീനിയേഴ്സുമായിട്ട് ഒന്നിച്ച്